പരിശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം. പുന്നക്കൽ ജുവലേഴ്സ്, ആലപ്പുഴ, എരമല്ലൂർ, തുറവൂർ, വൈക്കം. ആർ ത്യാഗരാജൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പഠന പ്രോത്സാഹന പദ്ധതി സംഘടിപ്പിച്ചു. 12ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയും ആർ ത്യാഗരാജൻ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പഠന പ്രോത്സാഹന പദ്ധതി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികൾക്കിടയിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള പാഠ്യേതരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം നശിച്ചു വരികയാണ്. ബ്ലോക്ക് സെക്രട്ടറി പോൾ പുന്നക്കാട്ടുശ്ശേരി സ്വാഗതം പറഞ്ഞു. ജോസി ചാണയിൽ അധ്യക്ഷത വഹിച്ചു. പഠനോപകരണ വിതരണവും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മുൻ MP രമ്യ ഹരിദാസ് നിർവഹിച്ചു. പാർട്ടിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഡോക്ടർ പ്രസിഡന്റായിരുന്നു, DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, കൗൺസിലർ ആയിരുന്നു. പാർട്ടിയുടെ മുഖമായി ഈ പ്രദേശങ്ങളിലെല്ലാം ഒരുപാട് കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലും യുവജന പ്രസ്ഥാനത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിലുമൊക്കെ സൗമ്യമുഖമായിരുന്ന ത്യാഗരാജൻ സാറിന്റെ മയക്കുമരുന്നിനെതിരെ രമ്യ ഹരിദാസ് പഠന ക്ലാസ് നയിച്ചു. കുട്ടികൾ മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. UDF ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, DCC സെക്രട്ടറി രാജു P. നായർ, MP ശിവദത്തൻ, ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് MH ഹരേഷ്, ബ്ലോക്ക് സെക്രട്ടറി ജിബിൻ ജോർജ്, ജാൻസി ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ കിട്ടിയ സംസ്ഥാനം ജില്ല എറണാകുളമാണ്. 113 മില്ലിമീറ്റർ മഴയാണ് ശനിയാഴ്ച കൊച്ചിയിൽ പെയ്തത്. ഇന്നിപ്പോൾ സ്ഥിതി എന്താ? ഇന്ന് എല്ലാവരും വിഷറി എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.